സ്വിറ്റ്സർലൻഡിനെതിരായ ക്വാർട്ടറിൽ അർജന്റീനൻ ടീം ഒരു കറുത്ത ആംബാൻഡ് ധരിച്ചിരുന്നു. അതും ഫുട്ബോളിലെ ഒരു പ്രധാന നിയമത്തിന്റെ ജനനവുമായി ഒരു ബന്ധമുണ്ട്. വരാനിരിക്കുന്ന അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനലിന്റെ ചരിത്രവും രാഷ്ട്രീയവുമായും അതിന് ബന്ധമുണ്ട്. ഇന്ന് നമുക്കെല്ലാം സുപരിചിതമായ നിയമമാണ് ഫൗൾ ചെയ്താൽ നൽകുന്ന മഞ്ഞ ചുവപ്പ് കാർഡുകൾ. 1966 ലോകകപ്പിലെ അർജന്റീനൻ ക്യാപ്റ്റനായിരുന്ന അന്റോണിയോ റാറ്റിനുമായി ബന്ധപ്പെട്ടാണ് ഈ കാർഡ് സിസ്റ്റത്തിന്റെ ജനനം. അക്കാലത്തൊന്നും മഞ്ഞ ചുവപ്പ് കാർഡുകൾ ഉണ്ടായിരുന്നില്ല. റഫറിമാർ ആംഗ്യം വഴിയും വാക്കാൽ പറഞ്ഞുമാണ് താക്കീതും ശിക്ഷയുമൊക്കെ നൽകിയിരുന്നത്. 1966 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടുകയായിരുന്നു. കളിയിലെ ഒരു ഫൗളിനെ തുടർന്നുണ്ടായ തർക്കം മൂലം ജർമ്മൻ റഫറിയായ റുഡോൾഫ് ക്രെയ്റ്റ്ലിൻ അർജന്റീനൻ ക്യാപ്റ്റൻ റാറ്റിനെ കളിയിൽ നിന്ന് പുറത്താക്കി. റാറ്റിനാകട്ടെ ഇംഗ്ലീഷോ ജർമ്മനോ അറിയുമായിരുന്നില്ല. റഫറിക്ക് തിരിച്ചു സ്പാനിഷും. ഭാഷ അറിയാത്തതിനാൽ റാറ്റിൻ എന്താണ് തർക്കിച്ചതെന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെയാണ് റഫറി റാറ്റിനെ പുറത്താക്കിയത്. നീതി കിട്ടിയില്ലെന്ന തോന്നലും കമ്മ്യൂണിക്കേഷനിലുള്ള ആശയക്കുഴപ്പവും മൂലം റാറ്റിൻ മൈതാനം വിട്ടു പോകാൻ തയ്യാറായില്ല. അയാൾ റഫറിയുമായി സംസാരിക്കുവാൻ ഒരു വിവർത്തകനെ ആവശ്യപ്പെട്ട് കളത്തിൽ പ്രതിഷേധിച്ചു നിന്നു. ഒടുവിൽ 10 മിനിറ്റോളം കഴിഞ്ഞ് പോലീസ് എത്തിയാണ് റാറ്റിനെ കളത്തിൽ നിന്ന് നീക്കിയത്. ബ്രിട്ടീഷ് രാജ്ഞിയായ എലിസബത്തിനെ ഒരുക്കിയിരുന്ന ചുവന്ന പരവതാനിയിൽ കുത്തിയിരുന്നാണ് അന്ന് റാറ്റിൻ പ്രതിഷേധിച്ചത്. ആ കളി അർജന്റീന ഒരു ഗോളിന് ഇംഗ്ലണ്ടിനോട് തോൽക്കുകയും ഇംഗ്ലണ്ട് ആ ലോകകപ്പ് നേടുകയും ചെയ്തു. അതിനുശേഷം ഒരിക്കലും ഇംഗ്ലണ്ടിന് ലോകകപ്പ് നേടാനായിട്ടില്ല എന്നത് മറ്റൊരു ചരിത്രം. ഈ സംഭവം ഭാഷാപരമായ പ്രശ്നങ്ങളില്ലാതെ എങ്ങനെ കളിക്കളത്തിൽ റഫറിമാർക്ക് കളിക്കാരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാവും എന്ന ചിന്തയിൽ ഫിഫയെ എത്തിച്ചു. ഫിഫയുടെ റഫറി കമ്മിറ്റിയുടെ തലവനായിരുന്ന കെൻ ആസ്റ്റനാണ് അതിനൊരു പരിഹാരം കണ്ടത്. അന്ന് റോഡിൽ ഡ്രൈവ് ചെയ്യവേ ശ്രദ്ധിച്ച ട്രാഫിക് സിഗ്നലുകൾ കെന്നിന്റെ ചിന്തയെ ഉണർത്തി. താക്കീതുകൾക്ക് മഞ്ഞ, കടുത്ത കുറ്റങ്ങൾക്ക് ചുവപ്പ് എന്ന കാർഡ് സിസ്റ്റത്തിന്റെ ആശയം ആ റോഡിൽ വെച്ച് അദ്ദേഹത്തിന്റെ തലയിൽ ഉദിക്കുകയും അത് കെൻ ഫിഫയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടുകയും ചെയ്തു. അങ്ങനെ ബ്രസീൽ ജേതാക്കളായ 1970 ലോകകപ്പിൽ ആദ്യമായി മഞ്ഞ ചുവപ്പ് കാർഡുകൾ അവതരിപ്പിക്കപ്പെട്ടു. അന്നത്തെ വിവാദ നായകൻ അന്റോണിയോ റാറ്റിൻ കഴിഞ്ഞ ദിവസം തന്റെ 81-ാം വയസ്സിൽ അന്തരിച്ചിരുന്നു. ഫുട്ബോളിലെ കാർഡ് നിയമങ്ങൾക്ക് കാരണക്കാരനായ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് അർജന്റീനൻ ടീം ഒന്നാകെ ഇന്ന് കറുത്ത ബാൻഡ് കെട്ടി കളിച്ചത്. ഇനി ആ കറുത്ത ബാൻഡ് എങ്ങനെ വരാനിരിക്കുന്ന അർജന്റീന ഇംഗ്ലണ്ട് സെമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നല്ലേ? 66 ആ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. കളിക്ക് ശേഷം ഇംഗ്ലണ്ട് മാനേജർ ആൽഫ് റാംസെ അർജന്റീനൻ ടീമിനെ വിശേഷിപ്പിച്ചത് മൃഗങ്ങൾ എന്നായിരുന്നു. തോൽവിക്കും വിവാദമായ റഫറിയിങ്ങിനുമൊപ്പം ഇതും അർജന്റീനൻ ജനതയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. നൂറ്റാണ്ടിന്റെ മോഷണം എന്നാണ് അർജന്റീനക്കാർ ആ കളിയെ വിശേഷിപ്പിച്ചത്. അതോടെ കളിക്കുപരിയായി ഒരു വൈരം അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ ഉടലെടുത്തു. 1982 അർജന്റീനയുടെ തെക്കൻ തീരമായ ദ്വീപ് സമൂഹമായ ഫോക്ലാൻഡിന്റെ അധികാരത്തെ ചൊല്ലി ബ്രിട്ടനും അർജന്റീനയും യുദ്ധത്തിൽ ഏർപ്പെടുകയും അതിൽ അർജന്റീന പരാജയപ്പെടുകയും ചെയ്തു. ഇത് അർജന്റീന ഇംഗ്ലീഷ് കളിവൈരത്തെ രാഷ്ട്രീയവും സാമൂഹ്യവുമാക്കി മാറ്റി. ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് 1986 ലോകകപ്പിൽ മറ്റൊരു ക്വാർട്ടർ ഫൈനലിൽ വീണ്ടും അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടുന്നത്. കുപ്രസിദ്ധമായ ദൈവത്തിന്റെ കൈയും തൊട്ടുപുറകെ നൂറ്റാണ്ടിന്റെ ഗോളും സംഭവിച്ച കളി. പക തിളച്ചുകൊണ്ടിരുന്നു. മത്സരം ഇരു ടീമിനും വൈകാരികമായിരുന്നു. മറഡോണയുടെ ഇരട്ട ഗോളിൽ അന്ന് അർജന്റീന തങ്ങളുടെ ചിരവൈരികളെ കീഴടക്കി ലോകകപ്പിൽ ജേതാക്കളാവുകയും ചെയ്തു. മത്സരശേഷം മറഡോണ തന്റെ ഹാൻഡ്ബോൾ ഗോളിനെ കുറ്റബോധമില്ലാതെ ന്യായീകരിച്ചത് നൂറ്റാണ്ടിന്റെ മോഷണത്തിനുള്ള മറുപടി എന്നായിരുന്നു. ഫോക്ലാൻഡിൽ മരിച്ചു വീണ അർജന്റീനൻ സൈനികർക്കായി അദ്ദേഹം ആ കളി സമർപ്പിച്ചു. വെറും കളിയായല്ല, ഫോക്ലാൻഡ് യുദ്ധത്തിനുള്ള ബ്രിട്ടീഷുകാരോടുള്ള അർജന്റീനയുടെ പകരം വീട്ടലായാണ് ആ കളിയെ മറഡോണ പ്രഖ്യാപിച്ചത്. കാലം വീണ്ടും ഉരുണ്ടു. 1998 ലോകകപ്പിൽ വീണ്ടും അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടി. അന്ന് അർജന്റീനയുടെ സിമിയോണി ഫൗൾ ചെയ്യപ്പെട്ടതായി അഭിനയിച്ചതിനെ തുടർന്ന് ഇംഗ്ലീഷ് ഇതിഹാസ താരം ഡേവിഡ് ബെക്കാം വിവാദമായ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോവുകയും അർജന്റീന കളി ജയിക്കുകയും ചെയ്തു. 2002 ബെക്കാമിന്റെ പെനാൽറ്റി കിക്കിൽ ഗോളടിച്ച് കളി ജയിച്ചുകൊണ്ടാണ് ഇംഗ്ലണ്ട് അർജന്റീനയോട് പകരം വീട്ടിയത്. അതായിരുന്നു അവസാനമായി ലോകകപ്പിൽ ഇംഗ്ലണ്ടും അർജന്റീനയും നേർക്കുനേർ വന്ന കളി.
രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന ശത്രുത മൂലം പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും ഒരു സൗഹൃദ മത്സരം പോലും പരസ്പരം കളിക്കാറില്ല. ലോകകപ്പ് പോലെയുള്ള മഹാമാമാങ്കങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഇത്തരം സാഹചര്യങ്ങളിൽ നേർക്കുനേർ വരുമ്പോൾ മാത്രമേ ഈ ബദ്ധശത്രുക്കൾ പരസ്പരം ഏറ്റുമുട്ടാറുള്ളൂ. അപ്പോഴൊക്കെയും എന്തെങ്കിലും പ്രശ്നങ്ങളില്ലാതെ രണ്ട് ടീമും കളി പൂർത്തിയാക്കിയിട്ടില്ല. ഒരു തരം ക്രിക്കറ്റിലെ ഇന്ത്യ പാകിസ്ഥാൻ വൈരാഗ്യം പോലെ പക നിറഞ്ഞ ഒരു കളിബന്ധം. ഇതുവരെ 66-ലെ ഒരു ലോകകപ്പ് മാത്രം ജയിച്ചിട്ടുള്ള ഇംഗ്ലണ്ടിന് അർജന്റീനയെ തോൽപ്പിച്ച് ഫൈനലിലെത്തി വീണ്ടും ഒരു കപ്പെടുക്കുക എന്നത് വെറും ലോകകപ്പ് സ്വപ്നങ്ങൾക്കപ്പുറം ആ രാജ്യത്തെ അപ്പാടെ ലഹരി പിടിപ്പിക്കുന്ന ഇരട്ടി മധുരമാണ്. അതിനവർ വേണമെങ്കിൽ ജീവനും കൊടുക്കും. ഒരു പക്ക യൂറോപ്യൻ ടീമായ ഇംഗ്ലണ്ടിനാണെങ്കിൽ കളിക്കളത്തിലെ കായികാഭ്യാസം പുത്തരിയല്ലതാനും. അർജന്റീനയ്ക്ക് 2002-ലെ തോൽവിക്ക് പകരം വീട്ടേണ്ടതുണ്ട്. 24 വർഷത്തിന്റെ കാത്തിരിപ്പാണ്. കഴിഞ്ഞ ദിവസം അവരെ വിട്ടുപിരിഞ്ഞ അവരുടെ പ്രിയ റാറ്റിന് ആദരാഞ്ജലിയായി അർജന്റീനയ്ക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചേ മതിയാകൂ. റാറ്റിന്റെ ഓർമ്മയ്ക്കായി കെട്ടിയ കറുത്ത ബാൻഡണിഞ്ഞുള്ള കളി ജയിച്ചാണ് ഇംഗ്ലണ്ടുമായുള്ള സെമി ഫൈനലിലേക്ക് അവർ മാർച്ചു ചെയ്യുന്നതെന്നാണ് അതിലെ കൗതുകകരമായ യാദൃശ്ചിക ബന്ധം. ഈ ലോകകപ്പ് വേളയിലെ റാറ്റിന്റെ മരണവും ഇംഗ്ലണ്ടുമായുള്ള കാത്തുകാത്തിരുന്നുള്ള പോരാട്ടവും അർജന്റീനയുടെ ഉള്ളിൽ പൊടിമൂടിക്കിടന്ന പഴയ വൈരത്തെ തട്ടിയുണർത്തിയിട്ടുണ്ടാകാം. ചരിത്രം വീണ്ടും ഇരമ്പിത്തുടങ്ങുന്നു. കാലങ്ങളുടെ കണക്കുകൾ തീർക്കാനുള്ളവർ വീണ്ടും കാൽപന്ത് തട്ടാൻ ഇറങ്ങുകയാണ്. അറ്റ്ലാന്റയുടെ പുൽമൈതാനത്തിന് ചൊവ്വാഴ്ച പുലർച്ചെ തീപിടിക്കുമെന്ന് തീർച്ച.